ഹായ് ഫ്രണ്ട്സ്, റെസിപ്പീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചീസ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ബേൺ ബാസ് ചീസ് കേക്ക്. പേര് കേട്ട ആരും പേടിക്കൊന്നും വേണ്ട. നമ്മുടെ നാട്ടിൽ തന്നെയുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചീസ് കേക്കാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്കും കൂടി എന്നെ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടെ മറക്കരുത്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഇതിലേക്ക് കേക്ക് ടീൻ ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ. ഞാനിവിടെ ഒരു 6 ഇഞ്ചിൻ്റെ കേക്ക് ടീനാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ താഴ്ഭാഗത്ത് ഇതുപോലൊരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സൈഡിലും ഒരു ബട്ടർ പേപ്പർ ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ പാർച്ച്മെൻറ്റ് പേപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ച് കൊടുത്താലും മതി കേട്ടോ. ഏതായാലും കുഴപ്പമില്ല. ഇതുപോലെ ഒന്ന് സെറ്റാക്കിയിട്ട് നമുക്ക് ഇത് ഒന്ന് റെഡിയാക്കിയിട്ട് ഒന്ന് സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ക്രീം ചീസാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മിൽക്കി മിസ്റ്റിൻ്റെ ക്രീം ചീസാണ് എടുത്തിട്ടുള്ളത്. 400 ഗ്രാമോളാണ് നമുക്കിതിലേക്ക് വേണ്ടത്. ഞാൻ ഇതുപോലുള്ള 2 ബോക്സാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് 200 ഗ്രാമിൻ്റെയാണിത്. അപ്പോൾ ഒരു ബോക്സും കൂടി ഇതുപോലെ തന്നെ എടുക്കുന്നുണ്ട്. അങ്ങനെ 2 ഞാൻ എടുത്തിട്ട് 400 ഗ്രാമാണ് നമുക്ക് ടോട്ടലായിട്ട് വേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ അളവൊക്കെ ഇതുപോലെ കറക്റ്റായിട്ട് തന്നെ എടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലപോലെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. അപ്പോൾ നല്ല കറക്റ്റായിട്ട് തന്നെ ഇൻഗ്രീഡിയൻസിൻ്റെ അളവൊക്കെ കറക്റ്റായി എടുക്കാൻ നോക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ വേറൊന്നും എടുത്തിട്ടുണ്ട്, 200 ഗ്രാമിൻ്റെ ഒരു ബോക്സും കൂടെ. അത് നമുക്ക് അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അങ്ങനെ ടോട്ടൽ 400 ഗ്രാമാണ് എടുത്തിട്ടുള്ളത് ക്രീം ചീസ്. അതുപോലെ തന്നെ ക്രീം ചീസ് എടുക്കുമ്പോൾ നമ്മൾ റൂം ടെമ്പറേച്ചറിലായിട്ടുള്ള ക്രീം ചീസ് നോക്കിയിട്ട് തന്നെ എടുക്കുക കേട്ടോ. അങ്ങനെ ആകുമ്പോഴേ നമുക്ക് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ ആ ഒരു കറക്റ്റ് മിക്സിങ്ങും ഒക്കെ എല്ലാം ആ ഒരു പെർഫെക്ഷനിൽ വരുമ്പോഴാണ് ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അതിൻ്റെ കട്ടകളൊക്കെ നല്ല പോലെ പോകുന്ന രീതിയിൽ നന്നായിട്ട് ഇതുപോലെ ഒരു വിസ്ക് എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുത്താൽ മതിയേ. അപ്പോൾ അതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഒട്ടും ഇങ്ങനെ കട്ടകളില്ലാത്ത രീതിയിൽ നല്ല പേസ്റ്റ് ആവുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പോളം പഞ്ചസാര ഇട്ട് എടുത്തിട്ടുള്ള 250 ml കപ്പിന് 1 കപ്പാണ്. ഒന്നിച്ചങ്ങ് ഇട്ട് കൊടുക്കാണ്ട് കുറേശ്ശെ ഇട്ടിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാണ്ട് ചെയ്യുന്നത്. പൊടിക്കാത്ത പഞ്ചസാരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഇനിയിപ്പോൾ പൊടിച്ചതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷേ പൊടിക്കാത്തതാകുമ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു പെർഫെക്ഷൻ തന്നെ നമുക്ക് കിട്ടും. ഇതുപോലെ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ആ ഒരു പഞ്ചസാരയും കൂടി വന്നപ്പോൾ ഒന്നിങ്ങനെ ലൂസായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പഞ്ചസാരൻ്റെ തരികളൊക്കെ അതിൽ നല്ലപോലെ മെൽറ്റായിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തിന് തന്നെ നമുക്ക് ആ ഒരു പഞ്ചസാര കയ്യിൽ മെൽറ്റായിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു 4 കോഴിമുട്ടയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 4 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഒന്നിച്ചങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ഇതുപോലെ ഞാൻ ഓരോന്നാക്കിയിട്ട് ഇട്ട് കൊടുത്ത് അങ്ങനെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ ആകുമ്പോഴേ നമുക്ക് അതിൻ്റെ ആ ഒരു കേക്കിൻ്റെ ആ ഒരു പെർഫെക്ഷന് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇതുപോലെ ഓരോന്ന് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത് കേട്ടോ. നമ്മൾ മിക്സ് ചെയ്യുമ്പോഴൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താ വെച്ചാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് മറ്റേത് കിട്ടൂല കേക്ക്. അതുകൊണ്ടാണ് ഇതുപോലെ ഓരോന്ന് ഇട്ട് കൊടുത്ത് അങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. ഒരു വിസ്ക് യൂസ് ചെയ്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുത്താൽ മതിയേ. അപ്പോൾ അതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത മുട്ടയും ഇതുപോലെ തന്നെ അങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇതാ ലാസ്റ്റ് ഞാൻ ഒരു 4ാമത്തെ കോഴിമുട്ടയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതും കൂടി അങ്ങ് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇതുപോലെ എന്തെങ്കിലും മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. 4 മുട്ട ഇട്ടിട്ട് ഇതുപോലെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്കൊരു 1.5 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ആണ് കേട്ടോ. കോൺഫ്ലവർ ആണ് ഇട്ട് കൊടുക്കേണ്ടത്, മൈദ ഒന്നല്ല. 1.5 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഒട്ടും ഇങ്ങനെ കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. എല്ലാം ഉടഞ്ഞു പോകുന്ന രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ, നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ആയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും ഫീഡ്ബാക്ക് കമൻറ്റ് അറിയിക്കാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ എടുത്തിട്ട് താഴെ കാണുന്ന ആ ഒരു സബ്സ്ക്രൈബ് ബട്ടണും അതിന് തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് സെലക്ട് ചെയ്താൽ മാത്രമേ ഞാൻ ഇതുപോലെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ.
അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നമുക്കിതിലേക്ക് പിന്നെ ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് 1 ടീസ്പൂണോളം ചെറുനാരങ്ങയുടെ നീരാണ് കേട്ടോ. ചെറുനാരങ്ങയുടെ നീരൊന്ന് ചെറുനാരങ്ങ ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുള്ള അതിൻ്റെ നീരാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. 1 ടീസ്പൂണാണ്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ തന്നെ ഞാൻ വാനില എസൻസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്കതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. എന്നിട്ട് അതെല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേറെയുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും ആഡ് ചെയ്ത് കൊടുക്കാനില്ല കേട്ടോ. ഇത്ര ഇൻഗ്രീഡിയൻസ് മാത്രമേ നമുക്ക് ഈ ഒരു കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ളൂ. പക്ഷേ നമ്മളിത് ബേക്ക് ചെയ്തെടുക്കുന്നതിന് കുറച്ച് മുമ്പായിട്ട് നമ്മൾ ആ ഒരു ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന ടൈമിൽ ഇതൊന്ന് നമുക്ക് എന്ത് ചെയ്യുക, അരിച്ചെടുത്തിട്ട് വേണം നമ്മൾ അടുത്തതായിട്ട് ആ ഒരു കേക്ക് ടിന്നി എടുക്കാം. എന്നിട്ട് നമുക്കൊരു അരിപ്പ വെച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കുക കേട്ടോ. അതിലെന്തെങ്കിലും നമ്മൾ നേരത്തെ ഇട്ട് കൊടുത്തിട്ടുള്ള ഒരു പിന്നെ കോൺഫ്ലവറിൻ്റെ പൊടികളുടെ കട്ടകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലൊക്കെ പോകാനും വേണ്ടിയിട്ടാണ്. നമുക്ക് അത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ട് വേണം നമുക്ക് ഈ ഒരു ബാറ്റർ കിട്ടാൻ. അതുകൊണ്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത് കേട്ടോ. അതുപോലെ ഒന്ന് അരിച്ചെടുക്കണം. അതുപോലെ തന്നെ നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്നത് 230 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഓവനിലേക്ക് 10 മിനിറ്റോളം ഞാൻ പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഓവനിലേക്കാണ് വെക്കുന്നത്. എന്നിട്ടൊരു 40 മിനിറ്റോളം നമുക്ക് ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോഴേക്കേ നമുക്ക് അതിൻ്റെ മുകൾ ഭാഗമൊക്കെ നല്ലപോലെ ഒന്ന് ബേണായിട്ട് കിട്ടുള്ളൂ. ഈ കേക്ക് നല്ലപോലെ ബേണായിട്ടാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അതിനൊരു ടേസ്റ്റ് വേറെ തന്നെയാണ്. ഇനി ബേക്ക് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ അതാ ഞാനിവിടെ ഓവനിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റോളം പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്കൊരു 40 മിനിറ്റ് കേട്ടോ. ഈ 40 മിനിറ്റ് എടുക്കും അതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് ആ ഒരു ബേണായിട്ട് വരാൻ. ഇനി ഓരോ ഓവനനുസരിച്ചിട്ട് അതിൽ മാറ്റങ്ങൾ വരും കേട്ടോ. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കുക ആയിട്ട് വന്നിട്ടുണ്ടോ എന്നുള്ളത്. ഒരു മാക്സിമം ഒരു 40 മിനിറ്റാണ് വരുന്നത് ഇതൊന്ന് ബേക്കായിട്ട് വരാൻ. ഇപ്പോൾ ഇതാ ഒരു 40 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴേക്കിന് ഇതാ ഈ ഒരു രീതിയിലാട്ടോ വന്നിട്ടുള്ളത്. സൈഡൊക്കെ കണ്ടില്ല ബേണായിട്ട് വന്നിട്ടുണ്ട്. സെൻറ്ററും ഒന്നുകൂടെ ബേണായിട്ട് വരും. പക്ഷേ ഞാൻ വല്ലാണ്ട് അങ്ങോട്ട് ആക്കായപ്പോഴേക്കിന് ഇതുപോലെ അങ്ങ് എടുത്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് കംപ്ലീറ്റ് ആയിട്ട് തണുത്ത് വന്നതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം. ഒരു ഡേ ഒക്കെ ഒന്ന് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ എടുത്ത് കഴിക്കുന്നത് വെച്ചാൽ ഒന്നുകൂടെ ടേസ്റ്റും ഫ്ലേവറും കൂടും കേട്ടോ. ഒരു ദിവസം പഴങ്ങിയിട്ട് കഴിക്കുക എന്നുണ്ടെങ്കിൽ ചീസ് കേക്കിൻ്റെ ഒരു പ്രത്യേകത കൂടെയാണ് അത്. ഇനി നമുക്ക് ഈ ഒരു ബട്ടർ പേപ്പറൊക്കെ അങ്ങ് റിമൂവ് ചെയ്ത് ഇതിൽ നിന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ തണുത്ത് വന്നപ്പോഴേക്കിന് ഇതുപോലെ അങ്ങ് താന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കയ്യിലോട്ട് ഇതുപോലെ ഒന്നങ്ങ് കമഴ്ത്തിയിട്ട് എടുത്താൽ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ അങ്ങ് പോരും ബട്ടർ പേപ്പറും പിന്നെ കേക്ക് ടിന്നും അല്ല. അതുകൊണ്ട് തന്നെ ഇനി അതിൻ്റെ ആ ഒരു ബട്ടർ പേപ്പറൊക്കെ അതിൽ നിന്ന് അങ്ങ് റിമൂവ് ചെയ്ത് കളയാം ഇതുപോലെ. അതുപോലെ തന്നെ സൈഡത്തെ ബട്ടർ പേപ്പർ ഇതുപോലെ തന്നെ അങ്ങ് ഒഴിവാക്കാം കേട്ടോ. അപ്പോൾ അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു ചീസ് കേക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഒരു ബേൺ ബാസ്ക് ചീസ് കേക്ക് കേട്ടോ. അതിൻ്റെ ഒരു പേര് തന്നെ ഒരു പ്രത്യേകത ഉണ്ട്. ബേൺ ചെയ്ത് എടുക്കുന്ന കേക്കാണ്. അതിന് ഒരു ടേസ്റ്റും ഫ്ലേവറും ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മളെ കേക്ക് ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ വേണമെന്നുണ്ടെങ്കിൽ കഴിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചോക്ലേറ്റ് സിറപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഒഴിച്ചിട്ട് അതും കൂടെ മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ കഴിക്കട്ടെ. ഇങ്ങനെ കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. ഞാനിവിടെ കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് മെൽറ്റാക്കി എടുത്തിട്ടാണ് ചോക്ലേറ്റും അതേപോലെ ക്രീമും കൂടിയും ഒന്ന് മിക്സ് ചെയ്ത് മെൽറ്റാക്കി എടുത്തിട്ടുള്ളതാണ്. ഇതുപോലെ ഞാൻ ഈ ഒരു പീസിൻ്റെ മുകളിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് കഴിച്ച് നോക്കാം കേട്ടോ. നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ കണ്ടില്ലേ അതിൻ്റെ ടെക്സ്ചർ എന്ന് പറഞ്ഞ ഒരു പ്രത്യേകത തന്നെ ഉണ്ട്. കണ്ടില്ലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. നല്ല അടിപൊളി ടേസ്റ്റിലൊരു ചീസ് കേക്കാണ്. അപ്പോൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റമാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്. താങ്ക് യു. അസ്സലാമു അലൈക്കും.